പൊതുമേഖലയിൽ രാജ്യത്തെ ആദ്യ ചക്ക സംസ്കരണ ഫാക്ടറി നശിക്കുന്നു. രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ഭാഗമായാണ് തൃശൂർ മാളയിൽ ചക്ക ഫാക്ടറി ആരംഭിച്ചത്. പശ്ചാത്തല സൗകര്യം ഒരുക്കേണ്ട അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ കൈയൊഴിഞ്ഞതാണ് ഫാക്ടറി അനാഥമാകാൻ കാരണം. ഇന്ത്യയിലെ ആദ്യ സംരംഭമായാണ് ചക്ക ഫാക്ടറി മാളയിൽ ആരംഭിച്ചത്. പൂപ്പത്തിയിലെ ഈ ചക്ക സംസ്കരണ കേന്ദ്രം പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങളായി. സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ പരാജയപ്പെട്ടതോടെയാണ് പൂട്ടേണ്ടി വന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി ചെലവായ 1.25 കോടി രൂപയിൽ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുമാണ് വഹിച്ചത്. ഇവിടെ നിർമ്മിക്കുന്ന ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ലോകവിപണിയിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. ഒരു വർഷം 15,000 കോടി രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ പദ്ധതി ആരംഭിച്ച് 5 വർഷത്തിനുള്ളിൽ ഫാക്ടറി പൂട്ടി. 6-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ ചക്ക ഫാക്ടറി. അത് നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവിടെ അത് ആരംഭിക്കുന്നതും ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നതും. പക്ഷേ നമ്മുടെ മന്ത്രിമാരും എല്ലാവരും MLA അടക്കം എല്ലാവരും വന്ന് വാഗ്ദാനങ്ങൾ തന്നു പോയതാണ്. ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കും, അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇനി അവിടെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം അത് അടച്ചുപൂട്ടിയ നിലയിലാണ്. അത് എത്രയും വേഗം തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ട എല്ലാവിധ സഹകരണങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. മരച്ചീനി, വാഴപ്പഴം എന്നിവ കൂടി ഇവിടെ സംസ്കരിച്ച് മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കി വിറ്റഴിക്കുമെന്നും വാഗ്ദാനമുണ്ടായിരുന്നു. ലോകവിപണിയിൽ വൻ ഡിമാൻഡ് ഉണ്ടായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ സാധ്യതകളാണ് ചക്ക ഫാക്ടറി അടച്ചതോടെ ഇല്ലാതായത്. ജനം, തൃശൂർ.